നമസ്കാരം. കളക്ടർ എപ്പോ അവധി പ്രഖ്യാപിക്കുന്നോ അന്ന് മഴയില്ല. അതാണ് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത. എന്താ ചെയ്യാ? നമ്മളൊക്കെ പഠിക്കുമ്പോ ഇങ്ങനെ ഒരു അവധിക്കായിട്ട് കാത്തിരുന്നിട്ടുണ്ട്. ഇന്ന് മുണ്ടൻവേലിക്കാരുടെ മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധ യാക്കോസ് ശ്ലീഹായുടെ മരണത്തിരുന്നാൾ ആഘോഷിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കിഴക്കേ മുണ്ടൻവേലിലെ സെന്റ് ജോസഫ് ചാപ്പലിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളാണ് നിങ്ങൾ കാണുന്നത്. മുണ്ടൻവേലി പള്ളി സഹവികാരി ഫാദർ ജിതിനാണ് അതിന് നേതൃത്വം നൽകിയത്. അതിനുശേഷം അവിടെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ചോറ്, കറികള്, പ്രത്യേകമായിട്ട് ബീഫ് പച്ചക്കയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജോയ്ച്ചേരനും ജേക്കപ്പണ്ണൊക്കെ കൂടി പുണ്യാളൻ്റെ രൂപത്തിൽ മാല ചാർത്തുന്നതാണ്. വിശ്വാസത്തോടെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ കാണുന്ന ചേച്ചിമാരൊക്കെ കഴിഞ്ഞ 15 വർഷത്തോളമായിട്ട് ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. നമുക്കറിയാം എല്ലാ നാട്ടിലും ഇതുപോലത്തെ കൂട്ടായ്മകൾ ഉണ്ടാവും അല്ലേ? ജാതിപത ഭേദമന്യേ എല്ലാവരും സഹകരിച്ച് പോകുന്ന പ്രസ്ഥാനം. ക്യാബേജ്, പാവക്കാത്തോരൻ, മോര് കാച്ചത്, ചോറ്, ഇതൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ ചുമ്മാ ചേച്ചിമാരുടെ കൂടെ നിന്നൊരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതാണ് ഭക്ഷണമൊക്കെ കഴിക്കാനും പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാനും വന്ന ആളുകൾ. മുണ്ടൻവേലി ദേശത്തുള്ള ഒരുവിധപ്പെട്ട എല്ലാവരും തന്നെ വരുന്നൊരു സ്ഥലമാണ്. ഞാനും പോയി ചോറ് വാങ്ങി, ബീഫ് കറി, മോര് കാച്ചിയതൊഴിച്ചു, പാവക്ക ഇട്ടു, ക്യാബേജ് ഇട്ടു, അച്ചാറും വന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലോണം പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പോരുകയാണ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.